പാലാ മുനിസിപ്പാലിറ്റിയിൽ കരൂരിൽ പ്രവർത്തിക്കുന്ന ലാറ്റക്സ് ഫാക്ടറിക്കെതിരെ പ്രതിഷേധ സത്യാഗ്രഹ സമരം 3-ാം ദിവസത്തിലേക്ക് കടന്നു. ഫാക്ടറിയുടെ പ്രവർത്തനം നിർത്തിവച്ചില്ലെങ്കിൽ നിരാഹാര സമരം ഉൾപ്പെടെയുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്ന് ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ പറഞ്ഞു. പ്രവർത്തനം നിർത്തിവെക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും വീണ്ടും പ്രവർത്തനം തുടരുന്നുവെന്നാണ് ആക്ഷൻ കൗൺസിലർ ആരോപിക്കുന്നത്. ആർഡിഒയും MLAയും പോലീസും ഉൾപ്പെടെ സ്ഥലത്തെത്തിയിരുന്നു. പ്രതിഷേധം ശക്തമാക്കുമെന്ന് ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ പറഞ്ഞു. ഇവിടെ അന്നേ കാലത്ത് ഇവിടെ യാതൊരു ആൾക്കാരും കൂടുതൽ ആൾക്കാർ താമസിക്കാവുന്ന സ്ഥലത്ത് ഇന്ന് 100 കണക്കിന് ആൾക്കാരാണ് ഇതിൻ്റെ പരിസരവാസികളായി താമസിക്കുന്നത്. ഇതിൻ്റെ ഈ ഫാക്ടറിയുടെ ഒരു വീടിൻ്റെ ഭിത്തിയായി കണക്കാക്കുന്ന വീടുകൾ പോലും അത്തരണത്തിൽ വീടുകളിൽ ആൾക്കാർ തിങ്ങിപ്പാർക്കുമ്പോൾ അവിടെ യാതൊരുവിധ പൊല്യൂഷൻ്റെയോ മറ്റു രീതിയിലുള്ള എന്തെങ്കിലും സംവരണങ്ങളില്ലാതെ കൊണ്ട് ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കുക. ഇതിൽ നിന്ന് പുറത്തോട്ട് വിടുന്ന മലിനജലം, മലിനവായു, അമോണിയേറ്റഡ് ഗ്യാസാണ് പുറത്തോട്ട് വിടുന്നത്. മാരകമായ വിഷവാതകങ്ങളുള്ള സംഭവമാണ്. അതുമൂലം പരിസരവാസികളായ എല്ലാവർക്കും, പ്രത്യേകിച്ചും കുട്ടികൾക്കും രോഗികൾക്കും ശ്വാസകോശ രോഗങ്ങൾ, ക്യാൻസർ മുതലായവ ഉണ്ടാകുന്നു. ഇത് തടയുവാനായിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഈ ഫാക്ടറി നിർത്തലാക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കാരണവന്മാർ മുണ്ട് മുറുക്കി കൊടുത്ത് കാശ് കൊണ്ട് ഉണ്ടാക്കിയ ഫാക്ടറിയാണ്, അവരുടെ ഷെയർ എടുത്ത ഫാക്ടറിയാണ്. ഇന്ന് ആ ഷെയർ എടുത്ത ആൾക്കാരോട് ആലോചിക്കാതെ, യാതൊരു ആൾക്കാരോട് ആലോചിക്കാതെ സ്വന്തം നിലയിൽ ഒരു 3 ഗവർണിംഗ് ബോഡി ഉണ്ടാക്കിയിട്ട് 3 ഗവർണിംഗ് ബോഡിക്കാരാണ് ഈ ഇതിന് പ്രവർത്തനം നയിക്കുന്നത്. അവരാർക്കോ എവിടെയുള്ള ആൾക്ക് ലീസിന് കൊടുത്തു എന്നാണ് പറയുന്നത്. ആ ലീസിന് കൊടുത്തതായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ഇവിടെ വരികയോ അതിൻ്റെ നോക്കുകയോ ചെയ്യുന്നില്ല. ഈ ലീസിന് കൊടുത്തവർ ഈ ഇവിടെയുള്ള ഇതിന് പൈസ മുടക്കി ഈ സ്ഥലം വാങ്ങിച്ച് ഫാക്ടറി ആദ്യകാലത്ത് ഉണ്ടാക്കിയവരുടെ നിന്ന് പാല് വാങ്ങിക്കുകയോ അവർക്ക് അതിനുള്ള ഉപകാരങ്ങൾ കിട്ടുകയോ ചെയ്യുന്നില്ല. ഈ പറമ്പ് മുഴുവൻ കളച്ചപ്പോൾ വാഴയ്ക്ക് വേണ്ടി കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. റബ്ബറിൻ്റെ അടിയിൽ വാഴ വെച്ച് കഴിഞ്ഞാൽ വാഴ ഉണ്ടാകുമോ? അപ്പോൾ ഈ വേസ്റ്റ് വെള്ളം തുറന്ന് പറമ്പിലോട്ട് ഒഴിച്ചിട്ട് തോട്ടിലോട്ട് എത്തണം. അതിനുവേണ്ടി നനയ്ക്കാനാണെന്നും പറഞ്ഞ് ഈ വേസ്റ്റ് വെള്ളം അന്യസംസ്ഥാന സ്വകാര്യ കമ്പനി വാടകയ്ക്കെടുത്തിരിക്കുന്ന മീനച്ചിൽ റബ്ബർ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫാക്ടറിക്കെതിരെയുള്ള പ്രതിഷേധ സമരത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള പ്രദേശവാസികളാണ് മുൻനിരയിലുള്ളത്. കഴിഞ്ഞ 10 വർഷം പൂട്ടിക്കിടന്ന ശേഷം നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും ലൈസൻസുകൾ ഇല്ലാതെയുമാണ് ഫാക്ടറി പ്രവർത്തിക്കുന്നതെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആരോപിച്ചു. ഫാക്ടറിയുടെ പ്രവർത്തനം മൂലം പ്രദേശവാസികൾക്ക് ആരോഗ്യത്തിന് ഹാനികരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കൊതുക് ശല്യം വർദ്ധിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു. ഫാക്ടറിയിലെ മലിനജലം പരിസരത്തെ പാടത്തേക്ക് ഒഴുക്കുന്നതായും പ്രദേശവാസികൾക്ക് ക്യാൻസർ, അലർജി, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ ഉണ്ടായതുമായാണ് ആക്ഷൻ കൗൺസിൽ ആരോപിക്കുന്നത്. ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ വിനോദ് കാടങ്കാവിൽ, ജോസ്കുട്ടി പുത്തൻപുരയിൽ, സനി തിരുവങ്കുന്നൽ, ബിജു TD, കുര്യാച്ചൻ മഞ്ഞക്കുന്നൽ, തോംസൺ ചെമ്പിളായി, സലി കാവുങ്ങൽ, ജോസി പഴയടം എന്നിവരാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത്.